ദൈവവചന ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മൾ കൊണ്ടുപോകാൻ പോകുകയാണ്. വചനം പറയുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, വചനത്തിൽ കൂടെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമായൊരു വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്ന് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വചനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുകയാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് കേൾക്കാം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ എക്കാലത്തെയും പദ്ധതി എന്താണെന്നറിയാമോ? ഒരുത്തൻ ദൈവത്തിലേക്ക് വന്നാൽ പിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതെന്നാണ്. അകന്നു പോകുന്നവരെ അടുപ്പിക്കാനാണ് കാന്തം ഇരുമ്പിനെ വലിച്ചടിപ്പിക്കുന്നത് പോലെ പാപികളുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിയവനെ വലിച്ചടിപ്പിക്കുന്ന ഒരു ദൈവകൃപയാണ് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ജനത്തെ മടക്കിക്കൊണ്ടുവരാൻ ഒരു പ്രവാചകനെ വേണം. അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്നവണ്ണം അവരൊരു പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനം ദൈവം യിരെമ്യാവെന്ന് പറയുന്ന ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് എങ്ങനെങ്കിലും ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരാൻ എഴുന്നേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യിരെമ്യാ പ്രവചനത്തിലെ പല പല വാക്യങ്ങൾ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലായി. എന്നാൽ ഈ വാക്യത്തിൻ്റെ ഒരു ഭാഗത്തെ ഒരിക്കൽ എനിക്ക് തോന്നുന്നൊരു 1 മാസത്തിനകത്ത് ഞാനൊരു ചെറിയ ഭാഗം തിരുവനന്തപുരത്ത് ഒരു സെക്ഷനകത്ത് അല്പസമയം എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്നതിൻ്റെ കാതലായ ഭാഗങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം യിരെമ്യാവെന്ന് പറയുന്ന പ്രവാചകന് അദ്ദേഹത്തെക്കുറിച്ച് അവിടെ വായിക്കുന്ന അദ്ദേഹം ബാലനായിരുന്നെന്ന, ഏകദേശം 13 വയസ്സിനും ദൈവത്തിന് സ്തോത്രം 20 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ബാലനായിരിക്കുന്ന ഒരു പ്രായം. അവൻ പോലും അറിഞ്ഞില്ല അവൻ പ്രവാചകനായ കാര്യം. ദൈവം അവനോട് വന്ന് പറഞ്ഞു, നീ പ്രവചിക്കണമെന്ന് പറഞ്ഞപ്പം ദൈവത്തിന് സ്തോത്രം അവൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം എനിക്ക് കഴിയത്തില്ല, ഞാൻ ബാലനാണ്. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പ്, ദൈവം പറയാം, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ്, നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി. യിരെമ്യാവ് പോലും അറിഞ്ഞില്ല അവൻ പ്രവാചകനാണ്. നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഉടനെ അവൻ പറയാ, കർത്താവേ, ഞാൻ ബാലനാണ്, എനിക്കിതൊന്നും കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. ഉടനെ കർത്താവ് പറയുക, നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിപ്പിക്കാൻ വേണമെന്ന് ദൈവത്തിന് തോന്നിയാൽ വ്യക്തിയുടെ സമ്മതമില്ല, ദൈവം അവനെ സമ്മതിപ്പിക്കും. സ്തോത്രം. മോശയുടെ അടുക്കൽ ദൈവം വന്നേച്ചു പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ സങ്കടം ഞാൻ അറിഞ്ഞു, ഞാൻ അവരെ വിടിവിക്കാൻ ഇറങ്ങി വന്നിരിക്കുക. നീ ഫറവോൻ്റെ മുമ്പിൽ പോകണം. അവൻ പറഞ്ഞു, അയ്യോ, എന്നെ എന്തിനു കൊള്ളാം? തടിച്ച നാവുള്ള എന്നെ ദൈവത്തിന് സ്തോത്രം എന്തിനു കൊള്ളാം? ദൈവം ചോദിക്കുക, വാ തന്നത് ആരാ? ദൈവത്തിന് സ്തോത്രം കഴിവ് തന്നത് ആരാ? ഞാനാ. എനിക്ക് നിന്നെ മതി. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. ആവശ്യക്കാരന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാം, നിന്നെ തന്നെ മതി. ചിലരുടെ പുറകെ കർത്താവ് നിൽക്കാൻ, നിന്നെ തന്നെ മതി, നീ മതി, ഒരാൾ മതി നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ, നിന്നെ തന്നെ മതി. നിന്നേക്കാൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉള്ളവരൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, അവരെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി. യിരെമ്യാവേ, എനിക്ക് നിന്നെ മതി. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ പറയാം, ആരെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം ഭരമേൽപ്പിക്കാൻ പോവുക. ആരും ചെയ്യാത്തത് ചിലത് ചെയ്യുവാൻ, ആരും പറയാത്തത് പറയാൻ. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിന്നെ ദൈവം ജനിപ്പിച്ചത്, ദൈവം നിന്നെ വളർത്തിയത്, ദൈവം നിന്നെ പരിപാലിച്ചത് ദൈവത്തിൻ്റെ ഏതോ ഒരു പദ്ധതി ഫുൾഫിൽ ചെയ്യാനാണ്. യിരെമ്യാവ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ ബാലനാ, എനിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉടനെ യിരെമ്യാവിനോട് ദൈവം നിർബന്ധിച്ച് ഇറക്കി വിടുക. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യിരെമ്യാവിനെ ദൈവം നിർബന്ധിച്ച് ഇറക്കി വിടുമ്പം ചുമ്മാ വിടുവല്ല ചെയ്തത്. കർത്താവിന് സ്തോത്രം.
നിങ്ങൾ അതിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 9-ാമത്തെ വാക്യം കർത്താവ് പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. യിരെമ്യാവിന്റെ വായെ കർത്താവ് തൊട്ടു. എന്നിട്ട് പറയാ എന്റെ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. യിരെമ്യാവ് ഒരിക്കൽ പ്രവചനത്തിന്റെ മറ്റു ഭാഗത്തുണ്ട്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ യോബ് പറയാ എനിക്ക് ആഹാരത്തെക്കാൾ വലുതാ നിന്റെ വചനം. സങ്കീർത്തനക്കാരൻ പറയാ വലിയ കൊള്ള കണ്ടുകിട്ടിയ പോലെ നിന്റെ വചനത്തിനകത്ത് ഞാൻ ആനന്ദിക്കുക. ഇന്ന് പകൽ നിന്നെ അലട്ടുന്ന എല്ലാ പ്രോബ്ലവും തീരുന്ന ഒരു സ്ഥലമാണ് ദൈവസന്നിധിയിലെ വചനം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വചനം ചിലരെ സ്പർശിക്കട്ടെ, വചനം ചിലരെ തൊടട്ടെ, വചനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യഹോവ കൈ നീട്ടി അവന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് ആക്കി വെച്ചിരിക്കുക. ഈ ദൈവത്തിന്റെ ഒരു സിസ്റ്റം നിങ്ങൾ പഠിക്കണം. നിന്നെ ഒരു ദേശത്ത് ദൈവം ആക്കി വെച്ചാൽ ആര് നിന്നോട് യുദ്ധം ചെയ്താലും അവര് ജയിക്കത്തില്ല, നീയേ ജയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്റെ കുടുംബ പാരമ്പര്യം അല്ല ഞാൻ പ്രസംഗിക്കുന്നേ. നിന്നെ ഒരു ദേശത്താക്കി വെച്ചാൽ നിന്നേക്കാൾ കരുത്തന്മാര് കാണാം, പക്ഷെ അവര് നിന്നോട് ഫൈറ്റ് ചെയ്യും, പക്ഷെ അവർ നിന്നെ ജയിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് ആ യിരെമ്യാവിനെ ചെയ്ത എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 18-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനു നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. നിന്നെ ഞാന് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ ജാതികളിൽ പ്രവാചകനാക്കി, നിന്നെ തൊട്ടെന്റെ വചനം നിന്റെ വായിൽ തന്നു. എന്തിനാ? ഒരു ജനത്തിനടെ പ്രവചിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പേ ദൈവം ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അവനെ കണ്ടു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെ വിശുദ്ധീകരിച്ചു, അവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രവാചകനാക്കി. നമ്മളിൽ പലരും ജനിച്ചു കഴിഞ്ഞാൽ പ്രവാചകനായത്, പക്ഷെ ഇവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രവാചകനാക്കി. ദൈവം തൊട്ട് അവന്റെ വായിൽ വചനം കൊടുത്തു. നോക്കുക, നിർമൂലമാക്കാനും പൊളിക്കാനും പണിയാനും നിന്നെ അഭിഷേകം ചെയ്തേക്കുക. എന്നിട്ട് പറയുക, നിന്നെ ഞാൻ ജനത്തിന്റെ മുമ്പിൽ, ദൈവത്തിന് സ്തോത്രം, എന്ത് വാക്ക് വന്നാ ഉറപ്പുള്ള ഒരു പട്ടണമാക്കണം, ഒരു ഇരുമ്പ് തൂണാക്കും, താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. നീ ധൈര്യമായി ഇറങ്ങിക്കോ, ആര് നിന്നോട് യുദ്ധം ചെയ്താലും ജയം നിനക്കാ. കാരണം നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചൊരു യിരെമ്യാവല്ല, ഞാൻ തൊട്ട് ബലപ്പെടുത്തിയവനാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഉറപ്പിച്ചിട്ട് എവിടെ എഴുന്നേറ്റ് പോകാവൂ. ദൈവത്തിന് സ്തോത്രം. എന്നെ ജയിക്കാൻ എൻ്റെ എതിരാളിക്ക് കഴിയത്തില്ല. ഒന്ന് പറഞ്ഞേ, എന്നെ ജയിക്കാൻ എൻ്റെ എതിരാളിക്ക് കഴിയത്തില്ല. ഇവിടെ ഒരു യുദ്ധം നടക്കുക. ഇത് അക്ഷരീക യുദ്ധമല്ല, ഒരു ആത്മയുദ്ധമാണ്. ആത്മയുദ്ധം എന്താന്നൊക്കെ ഞാൻ ഇന്ന് ഇച്ചിരി പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇനി യിരെമ്യാവിന്റെ കാര്യം അവിടെ നിർത്തിക്കേ. മോശയുടെ കൂടെ നടന്നയാളാ യോശുവ. ദൈവത്തിന് സ്തോത്രം. മോശ മരിച്ചു. മോശയുടെ കാലശേഷം യോശുവയോട് ദൈവം പറയുകയാണ്, ഈ ജനത്തിന് നീ ലീഡറാകണം, നിന്നെ ഞാൻ കനാൻ നാട് വിഭജിച്ച് കൊടുക്കേണ്ടത് നീയാ. യോശുവ പറയാ, കർത്താവേ, അപ്പൊ ദൈവത്തിന് സ്തോത്രം, എനിക്കിതൊന്നും കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൂത് കേട്ടോ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അതാ നിന്റെ വാക്തത്വം. നീ ധൈര്യമായി എഴുന്നേറ്റ കനാൻ രാജാക്കന്മാർ, അമ്മോന്യ രാജാവായ സീഹോൻ, ബാശാൻ രാജാവായ ഓഗ്, അങ്ങനെ യാതൊരു രാജാക്കന്മാരും. ഹല്ലേലൂയ. അപ്പൊ കണ്ടോ, നോക്കി, യിരെമ്യാവിനെ പ്രവചിക്കാൻ ഇറങ്ങി നിർത്തുന്നതിന് മുമ്പ് സ്തോത്രം, ഒരു യിരെമ്യാവിനെ നിർത്തുവല്ല ചെയ്തത്, ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ ദൈവം അവനെ മറ്റൊരാളാക്കി മാറ്റുക. യോശുവയെ ഇറക്കുമ്പോൾ യോശുവയെ അങ്ങനല്ല ഇറക്കിയത്, നിന്റെ ജീവകാലത്ത്
അത് യോർദാനും നിൽക്കത്തില്ല, എരിഹോവും നിൽക്കത്തില്ല, സൂര്യനും നിൽക്കത്തില്ല, ചന്ദ്രനും നിൽക്കത്തില്ല. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. മിദ്യാന്യ ശക്തികൾ ഇസ്രായേൽ മക്കളെ കാർന്നു തിന്നാൻ വന്നപ്പോ, സ്തോത്രം, ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അവന്റെ പേരാ ഗിദയോൻ. അവനെ തമ്പുരാൻ നോക്കി വെച്ച് പൊക്കോ, ഈ ബലത്തോടെ നീ പോ, നീ മിദ്യാനെ ഒറ്റ മനുഷ്യനെ പോലെ ജയിക്കും. കേട്ടോ, അവൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, എന്തോ ഒരു കാര്യത്തിന്റെ ട്രെയിനിങ് നടക്കുക, എന്തോ ഒരു കാര്യത്തിന്റെ നിയോഗം വെളിപ്പെടുക. ഓ, നീ തോൽക്കുമെന്ന് പറഞ്ഞ ഫീൽഡിൽ തന്നെ നിന്നെ വിജയിപ്പിക്കാൻ, ഓ ജീസസ്, ജീസസ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. എവിടൊക്കെയോ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഗിദയോനെ വിട്ടേ, ഇരമ്യ പ്രവചനത്തിലെ ഇരമ്യാവിനെ ഒന്ന് വിട്ടേ. സ്തോത്രം. ആമി, യോശുവയുടെ പുസ്തകത്തിലെ യോശുവ എന്ന് മാറ്റി നിർത്തിക്കേ. പുതിയ നിയമത്തിൽ പൗലോസിന്റെ കാര്യം ഒന്ന് എടുത്തേ. പൗലോസ് കൊരിന്തിൽ ചെന്നപ്പം വലിയ പ്രശ്നമുണ്ടായി. രാത്രി ദൈവം എന്ന് പറയാ, പൗലോസെ ഭയപ്പെടാതെ പ്രസംഗിക്ക്, ഒരുത്തരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല. ഓ, നല്ലൊരു ആമീൻ പറയണം. ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എന്തോ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ഫലമേൽപ്പിക്കും. എന്തോ ഒരു മൂവ്മെന്റ്സ് നടക്കാൻ പോവുക. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ, കൃപ, കൃപ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ദൈവത്തിന്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരു വ്യക്തിയെ ചുമ്മാതെ നിർത്തുന്ന പോലെ അല്ല ഈ ജനത്തിന്റെ നടുവിലോട്ട് ഇരമ്യാവിനെ നിർത്തിയത്. ഇരമ്യാവിനെ നല്ലതായിട്ട് ദൈവാത്മാവ് ശക്തിപ്പെടുത്തിയാ നിർത്തിയേക്കും. അതിനർത്ഥം പറയാം, ദൈവത്തിന് സ്തോത്രം, നീ ഒരു ഭീരുവാകരുത്. ഏതൊക്കെ ദുഷ്ടശക്തി നിനക്കെതിരെ വന്നാലും അവർ ജയിക്കത്തില്ല, നീയെ ജയിക്കത്തുള്ളൂ. നമുക്ക് വായിക്കാം ഇരമ്യ പ്രവചനം 1-ാം അധ്യായം 19-ാമത്തെ വചനം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. രണ്ട് സന്ദേശങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ധ്യാനിക്കാൻ പോവാ. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, വർഷങ്ങളായി സത്യത്തിൽ ഇരമ്യാവ് പ്രവചിക്കാൻ ഇറങ്ങിയ ജനത്തിനിടയിൽ ഒരു യുദ്ധമില്ല. അതൊരു ബൈബിൾ ഭാഷയാണ്, ഒരു ആലങ്കാരിക ഭാഷയാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചക ശബ്ദമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ്. കാരണം അവിടെ വ്യക്തികൾ ഇരമ്യാവിനെ ഉപദ്രവിക്കുന്നതേ ഉള്ളൂ, യുദ്ധമില്ല. പക്ഷെ അതിനെ ബൈബിൾ കാണുന്നത് യുദ്ധമായിട്ടാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നീ പാർക്കുന്ന ചുറ്റുപാടുകളിൽ, ജോലി ചെയ്യുന്ന ഓഫീസിൽ, കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന് സ്വത്രം നിന്നെ ഉപദ്രവിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നതിനെയെല്ലാം വചനം കാണുന്നത് ഒരു യുദ്ധമായിട്ടാണ്. ഒരിക്കലും അവർ നിന്നെ ജയിക്കത്തില്ല. ഇന്ന് മനസ്സിൽ നെഞ്ചത്ത് കൈവച്ച് പറ, ജയം എനിക്ക് ഉറപ്പാണെന്ന് പറ. രണ്ടാശയങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആശയം, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നിന്നെ ജയിക്കുകയില്ല. നിന്നോട് യുദ്ധം ചെയ്യുന്നവരോട് ദൈവം യുദ്ധം ചെയ്യും. ഈ യുദ്ധം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, നമ്മെ കീഴ്പ്പെടുത്തുവാനും നമ്മെ ഭയപ്പെടുത്തുവാനും നമ്മുടെ മേലും ജയം ഘോഷിക്കാനുമുള്ള ശത്രുവിൻ്റെ ശ്രമമാണ് യുദ്ധം. ഒന്നുകൂടെ പറയാം, നമ്മെ കീഴ്പ്പെടുത്തുവാനും നമ്മെ ഭയപ്പെടുത്തുവാനും നമ്മുടെ മേൽ ജയം ഘോഷിക്കാനുമായുള്ള ശത്രുവിൻ്റെ ശ്രമമാണ് യുദ്ധം. യുദ്ധത്തിൽ തോറ്റവരുമുണ്ട്, ജയിച്ചവരുമുണ്ട്. തോറ്റവരോടൊരു ദൂത് ഞാൻ പറയാം, തോറ്റവർ ജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ജയിച്ചവർ തോൽക്കാതിരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുട്ടി 8-ാം ക്ലാസ്സിൽ തോറ്റാൽ പഠിത്തം നിർത്തുവാന്നോ? അല്ല. പേരൻസ് എല്ലാം കൂടെ പ്രോത്സാഹിപ്പിച്ച് അവന് ട്യൂഷനും കൊടുത്ത് അവനെ എങ്ങനെയും ജയിപ്പിക്കും. സ്തോത്രം. തോറ്റവരോട് ഞാൻ പറയാം, നിരാശപ്പെടരുത്, ജയിക്കാനുള്ള ശ്രമം നടത്തിക്കോണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. സ്തോത്രം. ആര് ജയിച്ചു? എന്നൊക്കെ പറ. ഇന്ത്യ ജയിച്ചു. പാകിസ്ഥാൻ എന്ത് ചെയ്തു? തോറ്റു. തോറ്റ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുവാണോ? അടുത്ത യുദ്ധത്തിനുള്ള സാമഗ്രികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
ജയിച്ച ഇന്ത്യ അടങ്ങിയിരിക്കുവാണോ? അല്ല. ഇനി ഇതിനേക്കാൾ വലുത് വന്നാലും അവനെ ചെറുക്കാനുള്ള ശക്തി ഇവിടെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. ജയിച്ചവർ ജയിച്ചു മൗനമായി ഇരിക്കരുത്. അന്നിന്റെ ജയം നിലനിർത്തിക്കോണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി ഞാൻ ഗൗരവമുള്ള ഭാഗത്തേക്ക്, ബൈബിള് നമ്മൾ പഠിക്കുമ്പം ഹല്ലേലൂയ അക്ഷരീക യുദ്ധങ്ങളുമുണ്ട്, ആത്മീക യുദ്ധങ്ങളുമുണ്ട്. എന്തുകൊണ്ട്? അക്ഷരീക യുദ്ധങ്ങളുമുണ്ട്, ആത്മീക യുദ്ധങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അക്ഷരീക യുദ്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആത്മീക യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ ഭാഗം ഒന്ന് ധ്യാനിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനെയാണ് നീ ജയിക്കേണ്ടതെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പോകുന്നത്. എന്തിനെയാണ് നീ ജയിക്കേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ജയ ഉറപ്പാണെന്ന് പറ. എഫേസ്യ ലേഖനം ഒന്ന് എടുക്കാം, 6-ാം അധ്യായം എടുക്കാം, 12-ാമത്തെ വചനം എടുക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം എടുക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അയലോക്കത്തുകാരനോടോ നമുക്കെതിരെ ഗോസിപ്പ് പറയുന്നതിനോടോ അല്ല നമുക്ക് പോരാട്ടം. നമുക്ക് പോരാട്ടം ആരോടൊക്കെയാ? വാഴ്ചകളോടും, വാഴുന്ന ശക്തികൾ, അധികാരങ്ങളോടും. വാഴുന്ന അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും, അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അതിനോടാണ് നമുക്ക് പോരാട്ടം. നിങ്ങൾ അത് ഒത്തിരി സമയം പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഇച്ചിരി സമയം അതൊന്ന് ധ്യാനിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ബൈബിള് പഠിക്കുമ്പം പിശാചായത് ഒരു ദൂതനായിരുന്നു. പിശാചായത് ആരായിരുന്നു? അവൻ എവിടുത്തെ ആളായിരുന്നു എന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ആരാധനയുടെ ലീഡർഷിപ്പ് നിന്ന ആളായിരുന്നു. ആര്? ലൂസിഫർ. ആരാണ്? അത് പറയുമ്പോൾ ഒരു അനക്കം വരുന്നില്ലല്ലോ. എന്തുവാ? ലൂസിഫർ. ദൈവത്തിന് സ്തോത്രം. ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. 28:14 എസെക്കിയേൽ 28-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. മതി. ഈ ലൂസിഫർ ആയിരുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതൻ, അവന് ദൈവത്തിന് സ്തോത്രം ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ ഭരണ സംഹിതകളെയും ഏറ്റവും അടുത്ത് നിന്ന് അറിഞ്ഞവനാണ്. അവനറിയാം ദൈവത്തിൻ്റെ സിസ്റ്റം എന്താ, ദൂതന്മാരുടെ പദ്ധതി എന്താ, ദൈവമക്കൾ ആരാകും, ഇതിൻ്റെ പൂർണ്ണ ചിത്രം ആർക്കറിയാം? ദൈവത്തോട് അടുത്ത് നിന്ന ഈ ലൂസിഫറായ പിശാചിനറിയാം. അതുകൊണ്ട് ദൈവം എന്തെല്ലാം സിസ്റ്റം ഉണ്ടാക്കിയോ അതിൻ്റെ എല്ലാം ഡൂപ്പ് അവനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ഭരണസംഹിതകൾ ദൈവമക്കൾ നിശ്ചയമായും തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ് സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യരുത്? തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതിരിക്കരുത്, പ്രതീക്ഷിച്ചിരിക്കണം. എവിടുന്ന് അറ്റാക്ക് വന്നാലും ജയം എനിക്ക് ഉറപ്പാ. എത്ര പേര് അത് രാമിയും പറയാൻ പറ്റും? ഈ ദൈവത്തിന് സ്തോത്രം. ഈ ലൂസിഫർ അല്ലെങ്കിൽ വെട്ടേറ്റ് നിലത്ത് വീണവൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. കാരണം അവൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുകളിൽ കയറിയപ്പോൾ ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. ഈ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സിസ്റ്റമൊക്കെ നമ്മളത് പഠിക്കണമെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകമാണ് അത് പഠിക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ചില പദങ്ങൾ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പം കാറ്റുകളെ തടഞ്ഞു നിർത്തുന്ന ദൂതന്മാരുണ്ട്, പിടിച്ചോണ്ട് നിൽക്കുന്ന ദൂതന്മാർ. കർത്താവിന് സ്തോത്രം. അതൊരു ഡിപ്പാർട്ട്മെന്റാ. അവര് കാറ്റ് എവിടെ അടിക്കണം എവിടെ അടിക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നത് ആ ദൂതന്മാരാ. പിന്നെ വേറെ ഒരു ദൂതന്മാരെ കുറിച്ച്, അവർ ജനത്തെ മുദ്രയിടുന്ന ദൂതന്മാര്. വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിച്ചാൽ ആ 22 അധ്യായത്തിൽ ഇതൊക്കെ നിറഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന്റെ ക്രോധവും കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന ദൂതന്മാരുണ്ട്. സ്തോത്രം. വേറൊരു ഭാഗം പഠിക്കുമ്പം ജലാധിപതിയായ ദൂതൻ, വെള്ളങ്ങളെ നിയന്ത്രിക്കുന്ന ദൂതനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ വേറൊരു ഭാഗം പഠിക്കുമ്പോൾ തീമേൽ അധികാരമുള്ള ദൂതനുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇനിയും ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം നിങ്ങൾ എടുക്കുമ്പം അത് മാത്രം ഒന്ന് വായിക്കണം. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ജീസസ്, ഹല്ലേലൂയ. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് തുണ നിൽക്കുന്ന ദൂതന്മാരുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന ദൂതന്മാർ. ഇനി 91-ാം സങ്കീർത്തനം നമുക്കറിയാവുന്ന വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്നെ കാക്കുന്ന ദൂതൻ. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ രക്ഷപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ. അപ്പം ദൈവത്തിന്റെ ഭരണസംഹിതകൾ ഇങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ലൂസിഫറിന് അറിയാം. ദൈവം എന്ത് സിസ്റ്റം ഉണ്ടാക്കിയോ അതേ സിസ്റ്റം തന്നെയാണ് പിശാചു ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട പിമ്പിലെ രഹസ്യം പറയാം. ചില കുടുംബങ്ങളെ തകർക്കുകയും ചില കുടുംബങ്ങളെ കലക്കുകയും ചിലരുടെ നന്മയെ ബ്ലോക്ക് ചെയ്യുകയും ചിലരുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യുകയും ചില കുടുംബങ്ങളെ തകർത്ത് കളയുന്നതിന്റെ പിമ്പിൽ പിശാചാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയാം, അവൻ എത്ര യുദ്ധം ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു ആത്മയുദ്ധം നടക്കട്ടെ. വാഴുന്ന ശക്തി എന്ന് പറഞ്ഞ ഇതാണ്. മനസ്സിലായി? ദൂതന്മാരെ തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന പോലെ സാത്താനും ഏജന്റും ഉണ്ട്, ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇന്ന് അവന്റെ സ്ഥാനം, സാത്താന്റെ സ്ഥാനം എവിടെയെന്നറിയാം? പാതാളമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ കേട്ടോണം, ഞാൻ എന്റെ സഭയെ, അടുത്ത വാക്ക് പറ, പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സാത്താന്റെ സിംഹാസനമുള്ള പാതാളം സഭയെ ജയിക്കുകയല്ല. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, ഇന്നലകളിൽ നിന്നെ ജയിച്ചവനെ ഇന്നുകളിൽ നീ ജയിക്കണം. ചില ലോർഡ്. പണ്ട് നമ്മുടെ നാട്ടിൽ നടന്നൊരു വാർത്ത പറയാം. നാട്ടിൽ നടന്നൊരു വാർത്ത മനോരമയിലൊക്കെ വന്ന വാർത്തയാ. കുറെ വർഷം മുമ്പ് വാർത്ത പറയാം. ഒരു മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷയിൽ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോയി, ഫിഷ് വാങ്ങിക്കാൻ പോയി. ഫിഷ് വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടുമുറ്റത്ത് കൊണ്ട് ഓട്ടോറിക്ഷ നിർത്തിയപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു എത്ര രൂപയാന്ന് ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞു 35 രൂപയാന്ന് പറഞ്ഞു. 150 രൂപയുടെ നെയ്മീൻ അന്ന് വാങ്ങിക്കാൻ പോയതാ. 35 രൂപ ഓട്ടോ കൂലി കൊടുത്തത്. ഉടനെ വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ എന്നും ഇവിടെ ഓട്ടോ വിളിച്ചു വരുന്നതാ, 30 രൂപയ്ക്കാണ് വരുന്നത്. സ്തോത്രം. അയാൾ പറഞ്ഞു 35 തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. സ്തോത്രം. ഓട്ടോക്കാരൻ വലിയ ആചാനഭാഗമായൊരു മനുഷ്യനാണ്. പക്ഷെ ഈ വീട്ടുകാരനൊരു മെല്ലിച്ചൊരു മനുഷ്യനാണ്. സ്തോത്രം. തർക്കം നടന്നു. നീ വാങ്ങിക്കാമെങ്കിൽ വാങ്ങിക്കെന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. 35 രൂപയും പിടിച്ച് വാങ്ങിച്ചു. ഇവനൊരു അടിയും കൊടുത്തു ഓട്ടോക്കാരൻ. അടി കൊണ്ടുവന്ന് നേരെ വീട്ടിലോട്ട് കയറി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഈ ഓട്ടോറിക്ഷ തിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു കുത്തുകുത്തി. ആ ഓട്ടോക്കാരൻ അവിടെ ഇരുന്ന് മരിച്ചു. ഓട്ടോക്കാരനോട് ഞാൻ ഇത്രയും വലിയ മനുഷ്യനല്ലയോ, എന്നെ ഇവൻ എന്തോ ചെയ്യാനാ? മറിച്ച് അവൻ വീട്ടിൽ കയറിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ കത്തിയും കൊണ്ട് വന്നവൻ അവിടെ നിന്നേനെ. ഏതു സമയവും പ്രതീക്ഷിക്കണം, ഏതു സമയവും പ്രതീക്ഷിക്കണം. ചിന്തിക്കാത്തിടത്തുനിന്ന് അവൻ തലവെക്കുന്നേ. ജയം കൊതിക്കുന്ന ഓരോ ദൈവമക്കളും ഉത്സാഹികളായിരിക്കണം. എതിലേക്കൂടാണ് അറ്റാക്ക് വരുന്നത്, എതിലേക്കൂടാണ് പോരാട്ടം വരുന്നത്, നീ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാനാ ചില കാര്യങ്ങൾ പറയുന്നേ. യേശുവിന്റെ നാമത്തില് നിന്റെ ബിസിനസ്സിനെ മുടിക്കുന്ന, നിന്റെ നന്മകളെ ഇന്നിവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. എവിടൊക്കെ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, എവിടൊക്കെ നിന്റെ നന്മയെ ചവിട്ടി പിടിച്ചിട്ടുണ്ടോ, അതൊക്കെ ഇന്ന് യേശുവിന്റെ നാമത്തില്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം.
ഓരോ വ്യക്തികളിലും പകർന്നിരിക്കുന്ന ഈ അഭിഷേകമുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഏത് ദുഷ്ടശക്തിയും കീഴടങ്ങുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് മുമ്പിലാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിസ്സാരക്കാരല്ല, അവർ ആത്മാവിൽ ജ്വലിച്ചു നിൽക്കണം. ഒരാള് മതി ഒരു പട്ടണത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ പിടിച്ചു കെട്ടാൻ. കൃപ, അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിന്റെ ദേശത്ത് വാഴുന്ന ശക്തികളുണ്ട്. ചിലരൊക്കെ ഈ ഭൂമി മുഴുവൻ പിശാചുണ്ട്, അവന്റെ ഏജന്റുമാരുണ്ട്, അവന്റെ ദൂതന്മാരുണ്ട്. ഓരോ കാറ്റഗറി തിരിച്ചു കൊടുത്തിരിക്കുക. പക്ഷെ ഇവിടുന്ന് ഇടയ്ക്ക് ദൈവമക്കളോട് ദൂത് പറയാം, അവരെത്ര ഫൈറ്റ് ചെയ്താലും നിന്നെ ജയിക്കത്തില്ല. കാരണം നീ വചനം പ്രാപിക്കുന്നവനാ, നീ അഭിഷേകം പ്രാപിച്ചവനാ. ഹോ, കൃപ 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 കൃപ. സ്തോത്രം. തോറ്റ ചിലരോട് ഞാൻ പ്രവചിക്കുക, നീ ജയിക്കാൻ സമയമായി. നീ തല കുനിച്ചത് കണ്ട് ചിലർ ചിരിച്ചെങ്കിൽ നിന്റെ തല ഉയരുന്നത് കണ്ട് ചിലരുടെ മുഖം വാടാൻ പോവുക. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇതിനകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഈ മെസ്സേജ് പറയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ചില ബോധ്യമുണ്ട്, നിങ്ങളോടുള്ള ഫൈറ്റിംഗ് ഏതു വഴി കൂടാന്ന്. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുക, ശത്രുവിന്റെ പദ്ധതികളൊക്കെ പൊളിയാൻ പോവുക. നിന്നെ ദൈവാത്മാവ് കരുത്തുള്ളവളാക്കി എഴുന്നേൽപ്പിക്കാൻ പോവുക. ഓ ജീസസ് 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 ജീസസ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് മുമ്പിൽ, അതുകൊണ്ടാണ് ദൈവമക്കൾ ഈ ഉറങ്ങി ഉണർന്നു വന്ന് യോഗത്തിന് ഇരിക്കരുത്, നല്ല ആത്മീക തീഷ്ണതയോടിരിക്കണം. കാരണം നമ്മൾ ജയിക്കാനുള്ളവരാ, ജയിച്ചുകൊണ്ടിരിക്കുന്നവരാ, എന്നും ജയം വാക്തത്വമുള്ളവരാ. ഓ ഗ്ലോറി ടു ഗോഡ്. ഒരിക്കൽ തോറ്റാ പേടിക്കരുത്, അത് ജയത്തിന്റെ പടിയാണ്. നീ എവിടെങ്കിലും തോറ്റാ പേടിക്കരുത്, ജയിക്കാൻ പോവാ അതിന്റെ അർത്ഥം. ഓ ലോർഡ്, ഓ ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, ഈ ലൈവിലൂടെ കാണുന്നവരോട് സംസാരിക്കുക. നീ തോറ്റ വിവരം നിനക്കേ അറിയത്തുള്ളൂ, പക്ഷെ നീ ജയിച്ച വിവരം എല്ലാവരും അറിയും. ഓ യേശുവിന്റെ നാമത്തില് വിശുദ്ധിയിൽ ജയിക്കാൻ പോവുക, അഭിഷേകത്തിൽ ജയിക്കാൻ പോവുക, ആത്മശക്തിയിൽ ജയിക്കാൻ പോവുക. സ്തോത്രം. നമ്മൾ പറയത്തില്ല, പൊന്നുകുഞ്ഞെ എന്ത് വില കൊടുത്തും നീ അഭിഷേകം പ്രാപിയില്ല. എന്ത് വില കൊടുത്തും. നിങ്ങൾക്കറിയാം, ഒത്തിരി കുടുംബങ്ങളെ പിശാച് കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥമായി നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്നറിയോ? പിശാച് ബന്ധിച്ചിട്ടവരെ വിടുവിച്ച് ദൈവരാജ്യത്തിലാക്കുക. അതാ യഥാർത്ഥ ശുശ്രൂഷ. ഇന്ന് പിശാച് ഈ കോട്ടയം പട്ടണത്തിൽ ബന്ധിച്ചിട്ടവരെ ഒരു അഭിഷേകത്തിന്റെ നിറവിൽ ചെന്ന് അവരുടെ ബന്ധനം അഴിച്ച്, ഓ കൃപ 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 കൃപ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും എന്നെ വന്ന് കണ്ടു. സ്തോത്രം. ഞാൻ ഒരിക്കൽ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ആ പെൺകുട്ടി പറയുക, എൻ്റെ അമ്മ ഭ്രാന്തിയായിരുന്നു, എൻ്റെ അപ്പം ഭ്രാന്തനായിരുന്നു, ഞാൻ മെന്റലിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, എൻ്റെ ആങ്ങളെയും ഒരു മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നു. സ്തോത്രം. ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലരും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ കേൾക്കണോ, ഇന്ന് എൻ്റെ അമ്മ ഭ്രാന്തിയല്ല, എൻ്റെ അപ്പം ഭ്രാന്തിയല്ല, ഞാൻ ഭ്രാന്തിയല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആങ്ങളെ ഭ്രാന്തനല്ല, അവൻ ഡോക്ടറാ, ഞാൻ എഞ്ചിനീയറാ, വിവാഹിതനാ, 3 പിള്ളേരുടെ അമ്മയാ. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ അതെല്ലാം മാറിക്കിട്ടി കേട്ടോ.
നിന്റെ കുടുംബത്തെ കാർന്ന് തിന്നുന്ന ഏതൊരു അന്ധകാര ശക്തി ഞാനൊരു കാര്യം പറയാം, ചിലതിനെതിരെ പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് നിനക്ക് പ്രേരണ കിട്ടും, നിയോഗങ്ങൾ കിട്ടും, നടത്തിപ്പുകൾ കിട്ടും. വീണ്ടും ഞാൻ പറയുവാണ്, ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് പുതിയൊരു അഭിഷേകത്തിന് വേണ്ടിയാ. എന്തിനാ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി. നിന്റെ മേൽ അഭിഷേകം ജ്വലിച്ചു നിൽക്കണം. പൗലോസ് തീമോഥെയോസിനോട് പറയാ, നിന്റെ മേൽ എന്റെ കൈവപ്പിനാൽ ലഭിച്ച കൃപാവരം കത്തി ജ്വലിപ്പിച്ചോണം. ഒരു ദുഷ്ടശക്തിയും അടുക്കുകയല്ല. കരിക്കട്ടയിൽ ഉറുമ്പരിക്കും, തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയല്ല. അതിന്റെ കാരണം നീ ഒരു ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് വിധവമാരുടെ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പം സ്തോത്രം, അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ മേശയിങ്കലെ ശുശ്രൂഷ വിട്ട് ഞങ്ങൾ ദൈവിക ശുശ്രൂഷ വിട്ട് മേശയിങ്കൽ ശുശ്രൂഷിക്കാൻ വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനവും ആത്മാവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പോസ്തലന്മാർ അവരെ കൈവച്ച്, ഭക്ഷണം വിളമ്പുന്നവനെയും കൈവച്ച് അനുഗ്രഹിക്കണം. അവിടെ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് കസാന ഇടുന്നവനെയും കൈവച്ച് അനുഗ്രഹിക്കണം. അവിടെ മിണ്ടുന്നില്ല. സ്തോത്രം. കേട്ടോ, ഭക്ഷണം കൈവട്ട് അനുഗ്രഹിച്ചു. 5 പേര് മേശ കൊണ്ടങ്ങ് ഒതുങ്ങി. പക്ഷെ 2 പേരും മേശ കൊണ്ട് ഒതുങ്ങിയില്ല. ഒരുത്തന്റെ പേര് സ്തേഫാനോസ്, മറ്റവന്റെ പേര് ഫിലിപ്പോസ്. ഇവർ 2 ഒതുങ്ങിയില്ല. സ്തേഫാനോസിനെ അവര് കൊന്നുകളഞ്ഞു. സ്തോത്രം. ഫിലിപ്പോസ് എന്ത് ചെയ്യുന്നറിയാമോ? ശമരിയ പട്ടണത്തിലോട്ട് ചെന്നു. ഒരുത്തന്റെ മേൽ കിടക്കുന്ന അഭിഷേകമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു ദൂത് നിന്നോട് പറയാം. സാത്താൻ കൊടികുത്തി വാഴുന്ന സ്ഥലത്ത്, വെളിപ്പാട് പുസ്തകം, നീ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമുണ്ട്, സാത്താന്റെ ഹെഡ്ക്വാർട്ടറാ. പക്ഷെ എന്റെ നാമം മുറുകെ പിടിച്ചതുകൊണ്ട്, സ്തോത്രം സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ പല രോഗങ്ങളും ആരാധനകളിൽ സൗഖ്യമാകുന്നത് രോഗസൗഖ്യം നടക്കുന്നതിനുപരി അവരെ ബന്ധിക്കുന്ന പൈശാചിക ശക്തി വിട്ടുപോകുന്ന. സ്തോത്രം. ഞാനൊരു ദൂത് പറയാം. നീ നടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ അലറണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് വരാൻ അടുത്തിരിക്കുക. സഹായിക്കണേ കർത്താവേ, സഹായിക്കണേ കർത്താവേ, സഹായിക്കണേ കർത്താവേ, യേശുവിന്റെ നാമത്തില്. കൃപ 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 കൃപ, പരിശുദ്ധാത്മാവേ. അല്പം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ. അങ്ങനെ ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയെ പോയി. അപ്പോസ്തല പ്രവൃത്തി എടുത്തേ, 8-ാം അധ്യായം എടുത്തേ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പൗലോസിന്റെ സബ്ജക്ട് ക്രിസ്തുവാ. ഫിലിപ്പോസിന്റെ സബ്ജക്ട് ക്രിസ്തുവാ. ശമരിയ പട്ടണത്തിൽ ചെന്ന് ആരെ പ്രസംഗിച്ചു? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പിന്നെ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു പോന്നു. അടുത്തേക്കട്ടെ. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഫിലിപ്പോസ് ശമരിയയിലോട്ട് കയറിയപ്പോൾ അശുദ്ധാത്മാക്കൾ അലറാൻ തുടങ്ങി. ഒരാമയും വരുന്നില്ല. നീ ഇവിടെ ശുശ്രൂഷിച്ചാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വരെ ആ അഭിഷേകത്തിന്റെ നിറവ്. നിന്റെ വീടിന്റെ കെട്ടുപൊട്ടാൻ ഒരു നല്ല പ്രാർത്ഥന കൂടിയാ മതി. നിന്റെ സന്തതിയുടെ കെട്ടുപൊട്ടാൻ കൃപ. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ശത്രു കീഴടക്കി വെച്ചതിനെയൊക്കെ ദൈവമക്കൾ കീഴടക്കാൻ പോവാ. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ശത്രു
ഇന്ന് 3 കാര്യങ്ങൾ ഇവിടെ നടക്കും. ഇന്ന് ഈ ദൂത് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിൽ 3 കാര്യം നടക്കും. 1, നിങ്ങളിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ ഇന്ന് തന്നെ പൊട്ടും. 2, നിന്റെ കുടുംബത്തിലെ ചിത്രിപ്പിന്ന് പൊളിയും. 3, നിന്റെ കുടുംബത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു ആത്മീയ അനുഗ്രഹം ഇറങ്ങും. ഓ, കൃപ വ്യാപരിക്കട്ടെ. ഞാൻ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. തടസ്സങ്ങൾ പൊട്ടുന്ന നീ കേട്ട വാഗ്ദത്തങ്ങൾ. ലോർഡ്, യേശു ഗദരദേശത്ത് കാലുകുത്തിയപ്പോൾ 6000 ദുർഭൂതങ്ങൾ യേശു ഇറങ്ങുന്ന നദിയുടെ കരയിൽ മുട്ടുകുത്തിയെങ്കിൽ, ലോർഡ്, പൗലോസ് മെലിത്തയിൽ കാലുകുത്തിയപ്പോൾ അകത്തു മറന്നിരുന്ന സർപ്പം പുറത്തു വെളിപ്പെട്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഇന്ന് നീ തിരിച്ചു വീട്ടിൽ കാലുകുത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ആത്മാവി പറയാ, എന്തോ ഇന്ന് പൊട്ടാനുണ്ട്. നിന്റെ കുടുംബത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏതോ ഒരു സ്പിരിറ്റ്. ചിലരെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പിക്കാതിരിക്കുന്ന സ്പിരിറ്റ് ഇന്ന് ചിലരെ ഉന്തി തള്ളി കൊണ്ടുവന്നേക്കുക. എന്താ? ഇന്ന് നിന്റെ കെട്ടഴിച്ച് സത്യം കേൾക്കണം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നപ്പോ ശമരിയയിൽ ഭൂതങ്ങൾ അലറാൻ തുടങ്ങി. ലോർഡ്, നിങ്ങളുടെ ചില യോഗങ്ങൾക്കൊക്കെ അകത്ത് ശരീരങ്ങളിൽ നിന്ന് എന്നെ വിട എന്ന് പറഞ്ഞ് അവര് പോലും അറിയാത്ത ദുരാത്മാക്കൾ അവരിൽ സ്ഥാനം പിടിച്ചിരിക്കുക. നിങ്ങൾ എപ്പോഴും ഓർക്കണം, പൗലോസ് എഫെസോസിലെ സഭയോടൊരു കാര്യം പറഞ്ഞു. സാത്താന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. സാത്താന്, കാരണം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, സാത്താൻ ഇസ്കറിയ യൂദായിൽ കടന്നു. അപ്പം പിശാചി വ്യക്തികളിൽ കടക്കും. ചില കുടുംബങ്ങൾക്കകത്ത് ചില തലമുറ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു ചാരു കസേരയുണ്ട്. ആ കസേരയിൽ ആ വീട്ടിലെ മോളിരിക്കുക. അവള് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക. സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി പുക വിടുക. അപ്പം പറഞ്ഞു, എടി പാസ്റ്റർ, അതിന് ഞാൻ എന്താ വേണം? മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, അവള് മൈൻഡ് ചെയ്യാം, അവള് വലിക്കട്ടെ. ഞാൻ പറഞ്ഞു, മോളെ ആ പാക്കറ്റ് മുഴുവൻ വലിക്കണമെന്ന് പറഞ്ഞു. അപ്പൻ എന്നെ ഞെട്ടി നോക്കുക. വലിക്കുന്ന കൊച്ചു വലിക്കല്ലെന്ന് പറയാനാ ഉപദേശിയെ വിളിച്ചേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മുറിയിലോട്ട് കയറി ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അവള് വരണ്ട, അവള് വരും, ഇപ്പൊ തന്നെ വരും. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പം അവളും വന്നിരുന്നു. ഇരുന്നാ ചാടാൻ തുടങ്ങി. ആ ഭൂതം വിട്ടുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചു സ്നാനപ്പെടുകയും ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ അറിയാത്ത പലരുടെയും ദേഹത്ത് ദുഷ്ടശക്തികളുണ്ട്. ലോർഡ്, ഈ കഴിഞ്ഞ ദിവസം ഒരു ഭൂതം അലറി വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു, 9 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ സ്ത്രീ. കല്യാണം കഴിച്ചിട്ട് 8 വർഷങ്ങൾ 9 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. കണ്ട, എന്താ അവിടെ മേൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പൗലോസിന്റെ ശുശ്രൂഷ നോക്കണം. സ്തോത്രം. എത്രയോ ദുർശക്തികൾ. ഒരു സ്ത്രീ പൗലോസിനെ പുകഴ്ത്തുന്നത് കണ്ട് പൗലോസ് മുഷിഞ്ഞ് അവളിൽ വ്യാപരിക്കുന്ന ഭൂതത്തെ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലോട്ട് കയറി. ഭൂതങ്ങൾ അലറി. അടുത്ത വാക്യം, അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. കേട്ടോ, അതാ പറഞ്ഞ ആത്മീക ശുശ്രൂഷ വെളിപ്പെട്ടാൽ സൗഖ്യങ്ങൾ നടക്കും.
എന്നിട്ട് താഴെ എഴുതി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം. കരഞ്ഞോണ്ടിരുന്ന പട്ടണത്തെ ഒരു അഭിഷക്തന്റെ ശുശ്രൂഷയ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുന്ന നിന്റെ വീടിനെ ഒരു അഭിഷക്തന് സന്തോഷിപ്പിക്കാൻ കഴിയും. ഇതിനകത്ത് ഭയങ്കര അഭിഷേകം റിലീസാവുക. എത്ര പേരുടെ ഉള്ളിൽ ആ ദൈവകൃപയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, എന്തു വില കൊടുത്തും ദൈവശക്തി പ്രാപിക്കണം. എത്ര സമയമെടുത്ത് പ്രാർത്ഥിച്ചായാലും പരിശുദ്ധാത്മാവിൽ നിറയണം. യോഗത്തിന് വരുന്നതും പോകുന്നതും അല്ല വിഷയം. നീ ദൈവശക്തിയാൽ നിറഞ്ഞാൽ സകല ശക്തികൾ മുട്ടുകുത്തും. അപ്പൊ ഇങ്ങോട്ട് നോക്കി, ശമരിയ പട്ടണത്തിൽ ഇപ്പോൾ ആരാ തെളിഞ്ഞു നിൽക്കുന്നേ? ആരാ? ഫിലിപ്പോസ്. ഇനി താഴെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരി ജാതിയെ ഭ്രമിപ്പിച്ചു. ശമര്യരെ ഭ്രമിപ്പിക്കുന്ന ശിമോൻ എന്ന് പറയുന്ന ഒരു വലിയ ആഭിചാരകനുണ്ട്. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നെന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ചു. അവർ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുത്തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം അങ്ങോട്ട് വെളിപ്പെട്ടപ്പം ആഭിചാരങ്ങൾ ഫലിക്കാത്ത സാഹചര്യമാണ്. അഭിഷേകം ഇറങ്ങേണ്ട പോലെ നിന്റെ മേൽ ഇറങ്ങിയാൽ ഒരാഭിചാരകനും നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയല്ലെന്നേ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ആഭിചാരങ്ങളെ മുട്ടുകുത്തിക്കാൻ ആഭിചാരത്തെ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദൂത് പറയാം. കുഴിച്ചെടുക്കാൻ പോകണ്ട, ചവിട്ടി പ്രാർത്ഥിക്കാൻ പോകണ്ട. അഭിഷേകം ജ്വലിക്കുമ്പോൾ ഇത് തന്നെ നിന്റെ കാൽ കീഴിൽ വരും. ബൈബിളിലെ വാക്യം കൊണ്ട് സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിൽ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇച്ചിരൂടെ ഗൗരവമായിട്ട് പോകാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് വലിയ കാര്യങ്ങൾ നടക്കും. ദൈവനോട് പറയാ, ചിലർ വ്യക്തിപരമായ ജീവിതത്തിൽ ജയമെടുക്കാൻ പോവാ. ചില കുടുംബങ്ങളെ പിശാച് തകർത്തിട്ടിരിക്കുക. ഇന്നു പകൽ ആ തലങ്ങളെ ദൈവം ഒന്ന് തൊടാൻ പോവാ. ഇവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ ആ തകർന്ന കുടുംബത്തെ, ഉടഞ്ഞുപോയ കുടുംബത്തെ, സമ്പത്ത് തകർന്നു. ഞാൻ വീണ്ടും പറയുന്നു, തടസ്സങ്ങൾ മാറുന്ന കാഴ്ച. ചിലരുടെ യാത്രയുടെ തടസ്സം, ചിലരിലേക്ക് നന്മ വരാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ പ്രസംഗിച്ചപ്പോൾ ഒരു ദൂത് പറഞ്ഞു. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിനക്ക് ചെയ്യും. യെഹെസ്കേലിലെ വാക്യം, നിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ദൈവം നിനക്ക് ചെയ്യാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയും? നിന്റെ ആദ്യകാലത്ത് ശലോമോൻ നിന്നോണ്ട് പറയുകയാണ്. ശലോമോൻ പറയുന്ന സഭാപ്രസംഗി പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, തന്നെ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും നിശ്ചയം. ഇയ്യോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നന്മ പ്രതീക്ഷിച്ചിരുന്നു, വന്നത് തിന്മയാ. ഞാൻ വെളിച്ചം പ്രതീക്ഷിച്ചിരുന്നു, വന്നത് ഇരുട്ടാ. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? പറയാം. എവിടോ ഒരു തടസ്സം കിടപ്പുണ്ട്. ഇന്ന് ആ തടസ്സത്തെ ദൈവമക്കൾ ജയിക്കണം. അനിപ്പാർഷക്ക് മാത്രമല്ല, നിങ്ങളിൽ പലർക്കും ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കുരുങ്ങാൻ കാരണം,
നിങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെടാൻ കാരണം, നിങ്ങൾ ഇങ്ങനെ ഒതുങ്ങാൻ കാരണം, നീ അറിയാത്ത എവിടോ ഒരു വെല്ലുവിളി കിടപ്പുണ്ട്. ഇന്ന് അതിന് നേരെ യുദ്ധം അഴിച്ചുവിടാൻ പോവുക. ബൈബിളിലെ ഭാഷ കേട്ടോ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ചില ദൈവമക്കൾ ആത്മാവിൽ ചിലതിനെ പൂർണ്ണമായി ജയിക്കാൻ പോവാ. പൂർണ്ണ ജയം, പൂർണ്ണ ജയം, പൂർണ്ണ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലർക്ക് പുതിയ അഭിഷേകം തരാൻ പോവാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, തടസ്സമാണ് നിന്നെ എങ്ങും എത്തിക്കാത്തത്. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്നെ ശ്രദ്ധിക്കണം, ദൈവശബ്ദം കേൾക്കുന്നു. തടസ്സമാണ് നിന്നെ എങ്ങും എത്തിക്കാത്തത്. ഇന്ന് തടസ്സം പൊട്ടിയാൽ നീ എത്തണം. യേശുവിന്റെ നാമത്തിൽ ആരോടോ ഹോളി സ്പിരിറ്റ് പറയുന്നു, വർഷങ്ങളായി തടഞ്ഞു വെച്ച ചിലത് നിന്റെ വീട്ടിലേക്ക് ഒഴുകാൻ പോവുക. ചില കടബാധ്യതകൾ ക്യാൻസൽ ആകട്ടെ. ചെറിയ കൊടിയ ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ കടക്കാരനാക്കി ദേശത്ത് തലകുനിപ്പിക്കുന്ന ആ സ്പിരിറ്റ് എനിക്ക് കിട്ടിയൊരു ബോധ്യം പറയാം. ഇന്ന് രാവിലെ ഈ ദൂതിനോട് ബന്ധപ്പെട്ട് കിട്ടിയ ബോധ്യ, 80% ആൾക്കാരുടെ കടത്തിന്റെ പിമ്പിലും വ്യാപരിക്കുന്ന ഒരു പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് എന്നോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞിട്ടുണ്ട്, ആ സ്പിരിറ്റിനെ ഇന്ന് ശുശ്രൂഷയിൽ പിടിച്ചു കെട്ടണം. നിങ്ങൾ റെഡിയാണെങ്കിൽ, ഇതുവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഇങ്ങനെ പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ. എന്നും നിന്നെ കടക്കാരിയാക്കിയിടുന്ന, കടക്കാരനാക്കിയിടുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് ദൈവസഭ ജയിക്കണം. നിങ്ങൾ റെഡിയാണോ? നിന്നെ എന്ന് എരക്കുന്നവനാക്കുന്ന, എന്നും ഭിക്ഷയെടുക്കുന്നവനെ പോലെ ചോദിക്കുന്നവനാക്കുന്ന ആ സ്പിരിറ്റ്, ഇതിനകത്ത് കടമുള്ളവരൊന്ന് കൈപൊക്കിക്കേ, ഉയർത്തിപ്പിടിച്ചോ. ഇനി താത്തിട്, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. യെസ്, എനിക്ക് കടമുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. നമ്മൾ ഒന്നിച്ചൊന്ന് പോരാടാൻ പോവാ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു. ജീസസ് വർഷങ്ങൾക്ക് മുമ്പ് വീണ ചില ബന്ധനങ്ങൾ ഇന്ന് ദൂതന്മാർ തന്റെ വാളുകൊണ്ട് വെട്ടി മുറിക്കട്ടെ. നീ കറക്റ്റ് വേയിൽ കൂടെ വന്നതാ, ഇടയ്ക്ക് എവിടോ നിന്റെ താളം ഒന്ന് തെറ്റി. അത് നിന്റെ കുറവായിരിക്കാം, ഒരുപക്ഷെ അത് പിശാചിന്റെ പ്രവൃത്തിയായിരിക്കാം. നിന്റെ കുറവാ, നീ ഏറ്റുപറയണം. ഇതിനകത്ത് ഏറ്റുപറയേണ്ടവർ ഏറ്റുപറയണം. പിശാചിന്റെ പ്രവൃത്തിയാണെങ്കിൽ അത് ദൈവകരത്തിലോട്ട് കൊടുക്ക്. നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ ദൈവാത്മാവ് ഇറങ്ങുക. ഒന്ന് രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ നിനക്ക് ദൈവം ചെയ്യാൻ പോവുക. അനിപ്പാസ് ചെയ്യുവല്ല, ദൈവം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തില് നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് അവൻ നിനക്ക് നന്മയ്ക്കായി. ചിലരുടെ ഉള്ളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ചിലർക്ക് വിടുതൽ വ്യാപരിക്കുക. ഫൈനാൻസുമായി ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ്. ലൈവിൽ ഇരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും നിങ്ങൾക്ക് ചില കാരണങ്ങൾ അറിയാം. ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില അന്ധകാര മേഖലകളിൽ നിന്ന് മുറിഞ്ഞു മാറും. എവിടോ നിനക്ക് നന്മ ചെയ്യാൻ പോവാ ദൈവം. നിനക്ക് നന്മ ചെയ്യാൻ പോവാ ദൈവം. ദൈവം നിനക്ക് നന്മ. നമുക്ക് ദൂതിലോട്ട് വരാം. ഒടുവില് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, എല്ലാ തടസ്സവും മാറുമെന്ന് പറ. ഹല്ലേലൂയ. നമ്മളിനി വചനത്തിന്റെ വെളിപ്പാടിലോട്ട് വരാൻ പോവാ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് ജയിക്കണമെന്ന്? നിന്നെ പരാജയപ്പെടുത്തിയ സകല ഫീൽഡുകളെയും ജയിക്കണം. ആത്മീക ജീവിതം പരാജയപ്പെട്ടവർ അതിനെ ജയിക്കണം. വിശുദ്ധ ജീവിതം പരാജയപ്പെട്ടവർ അതിനെ ജയിക്കണം. നമുക്ക് ഒരു വാക്യം വായിക്കണം. ഹല്ലേലൂയ.
യിരെമ്യാവിനോട് ദൈവം പറയുക, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നെ ജയിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആൾ തൊട്ടേച്ച് പറ, എതിരാളി നിന്നെ ജയിക്കുകയില്ല. ഈ ബൈബിളിൻ്റെ ഒരു ഭാഷയാണ്, നമുക്കൊരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആരാ? ദൈവമാണ്. സ്തോത്രം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 39 സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുമ്പോൾ, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. 35 സങ്കീർത്തനം, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് വാദിക്കുന്നവരോട്. എന്നോട് ചിലരിൽ നിന്ന് വാദിക്കുന്നുണ്ട്, അവരോട് വാദിക്കാൻ എനിക്ക് കഴിവില്ല, അവരോട് നീ വാദിക്കണമേ. എന്നോട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? പൊരുതുന്നുണ്ട്, അവരോട് നീ പൊരുതണമേ. ഈ ദിവസങ്ങളിൽ ചിലരുടെ കാര്യം ദൈവം അങ്ങ് ഏറ്റെടുക്കുക. ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ, എൻ്റെ കാര്യം ദൈവം അങ്ങ് ഏറ്റെടുക്കുക എന്ന് പറ. ഹല്ലേലൂയ, സ്തോത്രം. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 12 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് പോരാടുന്നവനെ അല്പം കഴിയുമ്പം നീ കാണത്തില്ല. വർഷങ്ങളായി നിന്നോട് പോരാടിയവനെ നീ അന്വേഷിക്കുമ്പോൾ കാണത്തില്ല. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കേ. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്നോട് യുദ്ധം ചെയ്തവർ ശൂന്യമായി പോവും. ഇപ്പോൾ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ അല്പം കഴിയുമ്പം നീ അന്വേഷിക്കുമ്പോൾ അവർ ശൂന്യരായി പോവും. കാരണം യുദ്ധത്തിനിറങ്ങിയത് യഹോവയാണ്. ഈ ചിലരൊക്കെ ചില വെല്ലുവിളിയൊക്കെ വരുമ്പം പറയത്തില്ലയോ, എൻ്റെ കാര്യം ദൈവം അങ്ങ് നോക്കിക്കോളൂ. സ്തോത്രം. അതൊരു ധൈര്യമാണ്. മൊറിയാമല കയറുമ്പോഴേ, ലോർഡ്, ഇസഹാക്ക് ചോദിച്ച ചോദ്യത്തിന് അബ്രഹാം മറുപടി പറയാ, യഹോവ ആ കാര്യം നോക്കിക്കോളൂ. കണ്ടോ ആ ധൈര്യം? കണ്ടോ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറ. ഹല്ലേലൂയ, സ്തോത്രം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നിന്നെ ഒത്തിരി വിഷമിപ്പിച്ച വിഷയം അത് ദൈവം കൈയേൽക്കുക. ആ കാര്യത്തിന് യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങുക. ഇതിനകത്ത് ദാവീദ് പറയും, എൻ്റെ കൈകളെ അഭ്യസിപ്പിക്കുന്ന, എൻ്റെ വിരലുകളെ പോരഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ എന്തോ ഒരു യുദ്ധം നടക്കുക. പരാജയപ്പെട്ടെന്ന് നീ പറഞ്ഞ ഫീൽഡിൽ തന്നെ ഞാൻ എന്തിനായി ആത്മയുദ്ധത്തെ അല്പം തൊട്ടെ? പിശാചിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാത്ത കാലത്തോളം നമുക്കതിനെ ജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ തിരിച്ചറിയണം. ലോർഡ്, ഞാൻ വീണ്ടും പറയുന്നു, ദൈവമക്കൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈ ദിവസങ്ങൾ ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം പറയാം. ഈ വർഷം തീരുന്നതിന് മുമ്പ് എന്തൊക്കെയോ ചില ബ്ലോക്കുകൾ പൊട്ടും. എന്തൊക്കെയോ ചില ബ്ലോക്കുകൾ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലതൊക്കെ പൊട്ടാൻ പോവാ. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ആ തടസ്സങ്ങൾ എന്തൊക്കെയോ നിനക്ക് മുമ്പിൽ നിൽക്കുന്നതിനെ ഒക്കെ നീ ഒന്ന് ചാടി കയറാൻ പോവുക. എന്തോ ഒരു വലിയ മുന്നേറ്റം മുമ്പിൽ വരാൻ പോകുകയാ. നിന്നോട് പോരാടുന്നവരെ നീ അല്പം കഴിയുമ്പോൾ അന്വേഷിക്കും, അവർ ശൂന്യരായി പോകും. ഓ ഗ്ലോറി ടു ഗോഡ്. കാരണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയാണ്. ഓ ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 20:11. എന്നാൽ യഹോവ ഒരു വീരനെ പോലെ
എന്നോട് കൂടെ ഉണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. യിരെമ്യാ പ്രവചനം 20-ാം അധ്യായം 11-ാമത്തെ വചനം. ഹല്ലേലൂയ. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ. നീ ഇവിടുന്ന് പോകുന്നത് ഒറ്റയ്ക്കല്ല, ഒരു മഹാവീരനെ പോലെ. എന്നോട് ദൈവാത്മാ പറയാ, ചില വീടുകൾക്കകത്ത് ചിലത് നടക്കാൻ പോവുക. ആയുസ് നിന്റെ വീട്ടിൽ നന്മ കയറത്തില്ലെന്ന് ചിലരിട്ട മുദ്ര ഇന്നത്തെ പ്രാർത്ഥന പൊട്ടും. നന്മയും കരുണയും. എന്റെ ദൈവം നിനക്ക് തിന്മ ചെയ്യത്തില്ല, നന്മ ചെയ്യത്തുള്ളൂ. ദൈവം നിനക്ക് ദോഷം ചെയ്യുകയില്ല, നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവനെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിന്റെ ഭവനത്തിനകത്ത് അതുകൊണ്ടവിടെ വൈറ്റ് ഷർട്ട് ഇട്ടൊരു മോൻ ഇരിപ്പുണ്ട്. മോനൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അല്ല, ഏറ്റവും പറയും, നീ തന്നെ എഴുന്നേറ്റ മോൻ തന്നെ. നിന്റെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. ലോർഡ്, നിന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികളെ ഇന്ന് ഈ പ്രാർത്ഥനയുടെ നടുവിൽ വെച്ച് ജയമെടുക്കാൻ പോവാം. ഒരു വീടിന്റെ മണ്ടയിലേക്ക് ഒരു പടുകൂറ്റൻ മരം ചാഞ്ഞു വന്ന ആ വീടിനെ ഇരുത്തുന്നത് പോലെ ആ കുടുംബത്തിന്മേൽ അവർക്ക് വഹിക്കാൻ വയ്യാത്തൊരു ലോഡ് വന്ന് കിടക്കുക. അതുകൊണ്ട് ആ മോന്റെ ഭാവി ഇരുണ്ട് കിടക്കുക. നിന്റെ മാനസിക തലത്തെ ബാധിക്കുന്ന ഇരുളിന്റെ വ്യാപാരം ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടിമാറിയ ഞാൻ കാണുന്ന കാഴ്ച. ആ കുടുംബത്തിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ കാണുന്ന കാഴ്ച പറയാം. ഒരു വലിയ വൃക്ഷം മരത്തിന് നിങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് വീഴുക. ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച, ദൈവദൂതന്മാർ ആ മരത്തെ താങ്ങി പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ, ഇതുപോലെ നിന്റെ കുടുംബത്തിന്റെ കാര്യം ദൈവം ഏറ്റെടുക്കാൻ പോകുന്നു. ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഇങ്ങനെ അണപൊട്ടി ഒഴുകുക. ചില കുടുംബങ്ങൾക്കകത്ത് കിടക്കുന്ന ആഭിചാരങ്ങളെ ഇന്ന് ദൈവം വെട്ടിമാറ്റും. എവിടാ നിന്റെ വീട്ടിൽ ബ്ലോക്ക് കിടക്കുന്നത്? ആത്മീക ശുശ്രൂഷ എവിടെ നടക്കുന്നത്? ആത്മീക ശുശ്രൂഷ. ഈ ദൈവമക്കൾക്ക് എല്ലാം ഉണ്ടാകുന്ന ഒരു ധൈര്യം ആ യുദ്ധ യഹോവയ്ക്കുള്ളതാണ്. അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ മുമ്പിൽ മോശ വന്ന് നിന്നപ്പം 40 ലക്ഷം ജനം ചോദിച്ചു, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന്. മോശ വിളിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. എത്ര പേര് യുദ്ധം? ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഒരു ധൈര്യമായിട്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മനുഷ്യരല്ല. ഞാനൊരു ദൂത് പറയാം, ചിലരെ പിശാച് വെട്ടിലാക്കി ഇട്ടേക്കുക. ഇന്ന് ആ വെട്ടിനകത്തുനിന്ന് നിന്നെ പുറത്തെടുക്കും, 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 പുറത്തെടുക്കും. നിന്നെ ഒരു അത്ഭുതമാക്കും. എണ്ണപ്പെട്ട ചില ആഴ്ചകൾക്കകം ചിലർ വിടുവിക്കപ്പെട്ടിരിക്കും, 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 വിടുവിക്കപ്പെട്ടിരിക്കും. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ വെല്ലുവിളിക്കുമ്പോ ദാവീദ് പറയുക, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. സ്തോത്രം. ആ വാക്യം ഞാൻ വായിക്കാം. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമൊക്കെ അറിയാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും.
ഇനി മുമ്പോട്ട് പോയാൽ ഇച്ചിരി നേരം ശുശ്രൂഷിക്കണം. കുഞ്ഞെ, ഏതെങ്കിലും പൈശാചിക തലം നിന്റെ നന്മയ്ക്ക് വിലങ്ങുതടിയാണെങ്കിൽ ഇന്ന് അവനെ തകർത്തിട്ട് ഇവിടുന്ന് പോകാവൂ. ഒരു മഹാവീരനെ പോലെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഒരു ആകയാൽ നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ഇടറി വീഴും. അത് സംഭവിക്കാൻ പോവാ. ഒരു ചോദ്യം, യേശുവിനെ സ്വീകരിക്കാത്തവർ ഇന്ന് യേശുവിനെ സ്വീകരിക്കണം. എങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്ന? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയാം. ഇന്നലെ വരെ നീ ചെയ്ത മുഴുവൻ പാപവും യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഞാനിവിടെ പ്രസംഗിക്കുന്നത് എന്തിനാ? ജീസസ് വോയിസിൽ ആള് കൂടാനല്ല, ദൈവരാജ്യത്തിൽ ആള് വർദ്ധിക്കാനാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവരാജ്യം വളരണം. ഇതുവരെ ഞാൻ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടില്ല. ഇന്ന് കൊടുക്കുമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടിയാണ് ഒരു പ്രാർത്ഥന. ഞാൻ ഇതുവരെ യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുന്നവരെ കൈ ഉയർത്തിപ്പിടിച്ച് ധാരാളം കൈകളെ എനിക്ക് കാണാം. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, കൂടെ പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയുന്നു. നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൈകളെ താഴ്ത്തിയിടാം.